ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ അസസ്മെൻ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാന ഭാഗമാണ്, പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ അവസാനത്തെ ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുകളാണ്. ഓക്കെ, കുറച്ച് ചെറിയ ഭാഗമാണ്. അത് സെക്ഷൻ 187 സെക്ഷൻ 188 പിന്നെ സെക്ഷൻ 189 ഈ 3 സെക്ഷൻസിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ നോക്കുക, സെക്ഷൻ 187 ഡിസ്കസ് ചെയ്യുന്നത് ചേഞ്ച് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫേം എന്നുള്ളതാണ്. ഒരു ഫേമിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ഫേമിൻ്റെ ഇൻകം നമ്മൾ ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിൽ എന്താണ് ചേഞ്ച് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ഫേം എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ ഭരണഘടന മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ് അത് നോക്കുക. വെൻ വൺ ഓർ മോർ പാർട്ട്നേഴ്സ് സീസ് ടു ബി പാർട്ട്നേഴ്സ് or one or more new partners are admitted in a firm, provided that at least one of the old partners continues to be a partner in the firm even after aforesaid change, it will be a change in the constitution of the firm. ഒരു ഫേമിൻ്റെ അകത്ത് ഒരു പാർട്ട്ണറോ അല്ലെങ്കിൽ ഒന്നിലധികം പാർട്ട്നേഴ്സോ അവർ പാർട്ട്നേഴ്സ് അല്ലാതാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫേമിൻ്റെ അകത്തുനിന്ന് പിരിഞ്ഞു പോവുക. ചിലപ്പോൾ പിരിച്ചു വിടുന്നതാവാം, ചിലപ്പോൾ പിരിഞ്ഞു പോകുന്നതാവാം. ഏതെങ്കിലും കേസിൽ അവർ പാർട്ട്നേഴ്സ് അല്ലാതാവുക, അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ പുതിയ പാർട്ട്നേഴ്സ് ഫേമിലേക്ക് വരിക. പുതിയ പാർട്ട്നേഴ്സിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യാം. അത് രണ്ട് കേസും സംഭവിക്കാം. പക്ഷേ അതിനൊരു കണ്ടീഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് പാർട്ട്നേഴ്സ് ഒന്നോ അതിലധികം ഓൾഡ് പാർട്ട്നേഴ്സ് അതിൽ നിലനിൽക്കണം. അപ്പോൾ പുതിയ പാർട്ട്നേഴ്സ് വരുമ്പോൾ അതിൽ ഓൾഡ് പാർട്ട്നേഴ്സ് ഉണ്ടാവണം. കുറച്ച് പാർട്ട്നേഴ്സ് പോകുമ്പോൾ മുഴുവൻ പാർട്ട്നേഴ്സ് ഒരുമിച്ച് പോകാൻ പാടില്ല, ഒന്നോ രണ്ടോ പാർട്ട്നേഴ്സ് അവിടെ നിലനിൽക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കതിന് എന്ത് പറയാൻ പറ്റും? അത് ചേഞ്ച് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഫേം. ഫേമിൻ്റെ ഭരണഘടന മാറുകയെന്നേ അതിന് പറയാൻ പറ്റുള്ളൂ. ഫേം തന്നെ ഇല്ലാതാവണില്ല. കാരണം ഒന്നോ രണ്ടോ പാർട്ട്നേഴ്സ് പഴയ പാർട്ട്നേഴ്സ് പഴയ പാർട്ട്നേഴ്സിനെ നിലനിർത്തിക്കൊണ്ടാണ് പുതിയ പാർട്ട്നേഴ്സിനെ എടുക്കുന്നതോ അല്ലെങ്കിൽ പഴയ കുറച്ച് പാർട്ട്നേഴ്സ് പിരിഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോഴും ഫേം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് മാത്രമേ മാറുന്നുള്ളൂ? ഫേമിൻ്റെ ഭരണഘടന പോലെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ മാത്രമേ മാറ്റം വരുള്ളൂ. ചിലപ്പോൾ അവരുടെ ഷെയർ ഒക്കെ അവർ ഓരോന്ന് പ്രോഫിറ്റ് എത്ര ഷെയർ ചെയ്യണമെന്നുള്ള അതൊക്കെ ഒരു പക്ഷെ എന്ത് ചെയ്യാം മാറ്റം വന്നേക്കാം. അതുകൊണ്ട് അത് പാർട്ട്ണർഷിപ്പിൻ്റെ ഡീഡിലുള്ള മാറ്റമായതുകൊണ്ട് നമ്മൾ എന്ത് പറയും? ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഫേം എന്ന് പറയും. ഇനി നോക്കുക, ഹവർ വേർ ദ ഫേം ഈസ് ഡിസോൾവ്ഡ്, ഫേം മുഴുവനായിട്ടാണ് പിരിച്ചുവിടാന്ന് കരുതിക്കോ, ഓൺ ദ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ ആൻഡ് ഇറ്റ് ഈസ് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ടേക്കിംഗ് വൺ ഓർ മോർ ഓൾഡ് പാർട്ട്നേഴ്സ്, ഇറ്റ് വിൽ നോട്ട് ബി ചേഞ്ച് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഫേം. ഇപ്പോൾ നമ്മളൊരു പാർട്ട്ണർ മരിച്ചപ്പോൾ നമ്മൾ ഫേം അവിടെ പിരിച്ചു വിട്ടു. പിന്നെ നമ്മൾ വേറെ കുറച്ച് 2-3 പാർട്ട്നേഴ്സിനെ കൂട്ടി വേറെ രണ്ടാമത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അതെന്തല്ല, അത് ഡിസൊല്യൂഷൻ തന്നെയാണ്. ഫേമിൻ്റെ ഡിസോൾവ് ചെയ്തത് തന്നെയാണ്. അത് ചേഞ്ച് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല. കാരണം നമ്മൾ അവിടെ എന്ത് ചെയ്തു? ഒരു പാർട്ട്ണറെ പിരിച്ചു വിട്ടപ്പോൾ ഫേമിനെ ഡിസോൾവ് ചെയ്തിട്ട് രണ്ടാമതൊരു പുതിയ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് വേറൊരു കേസ് തന്നെയാണ് എന്നർത്ഥം. ഓക്കെ, വെൻ ദർ ഈസ് എ ചേഞ്ച് ഇൻ ദയർ റെസ്പെക്റ്റീവ് ഷെയർ. ഒന്നാമത്തെ കേസാണ് ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത്, വെൻ വൺ ഓർ മോർ പാർട്ട്നേഴ്സ് സീസ് ടു ബി പാർട്ട്നേഴ്സ് ഓർ വൺ ഓർ ന്യൂ പാർട്ട്നേഴ്സ് ആർ അഡ്മിറ്റഡ് ഇൻ എ ഫേം എന്ന് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കേസ്, വെൻ ദർ ഈസ് എ ചേഞ്ച് ഇൻ ദയർ റെസ്പെക്റ്റീവ് ഷെയർ ഓർ ഇൻ ദ ഷെയർ ഓഫ് സം ഓഫ് ദം. ഇപ്പോൾ നമ്മൾ മൊത്തത്തിലുള്ള എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും അവർക്ക് പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോയിൽ നമ്മൾ മാറ്റം വരുത്തുക, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുടെ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോയിലൊക്കെ മാറ്റം വരുത്തുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ ക്യാൻ ബി കോൾഡ് എസ് ചേഞ്ച് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഫേം. ഓക്കെ, അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നോക്കുക, ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അതിനെ അസസ് ചെയ്യേണ്ടത്? അതാണ് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ അസസ്മെൻറ്റ് ആഫ്റ്റർ ചേഞ്ച് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, then the assessment shall be made on the firm as constituted at the time of making the assessment. നമ്മൾ അസസ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ആ ഫേമിൻ്റെ നിലവിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണോ അതിൻ്റെ ബേസിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? അസസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അതിൽ രണ്ടാമത്തെ കേസ്, ഓൺ ദ ഡെത്ത് ഓഫ് വൺ പാർട്ട്ണർ. ഒരു പാർട്ട്ണർ മരിച്ചിട്ടുള്ള കേസാണെന്ന് വിചാരിച്ചോ, ദ ഫേം സീസസ് ടു എക്സിസ്റ്റ് ആൻഡ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനത്തെ കേസിൽ എന്തില്ല?
ഫേമിനെ നമ്മൾ പിരിച്ചുവിട്ട് ഒരാൾ പിന്നെ 2 പാർട്ട്നേഴ്സൊക്കെ ഉള്ളതിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്തായി, പിന്നെ അവിടെ ഫേം ഇല്ലല്ലോ. അപ്പോൾ ഫേം ഇല്ലാതായി. ദ ഫേം സീസസ് ടു എക്സിസ്റ്റ് ആൻഡ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സെപ്പറേറ്റ് അസസ്മെൻറ്റ് വിൽ ബി മെയ്ഡ് ഫോർ ദ പീരിയഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ ഡെത്ത്. ഇപ്പോൾ 2 ആളുകൾ മാത്രമുള്ള ഒരു ഫേം ആണെന്ന് വിചാരിച്ചോ. കൺസിസ്റ്റ് ഓഫ് only two partners. ഓൺ ദ ഡെത്ത് ഓഫ് one partner, ഒരു പാർട്ട്ണർ മരിച്ചു കഴിഞ്ഞാൽ ആ ഫേം എന്ത് ചെയ്യും, വിൽ ബി സീസസ് ടു എക്സിസ്റ്റ്. ആ ഫേം പിന്നെ നിലനിൽക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ പാർട്ട്ണർ മരിക്കുന്നതിൻ്റെ മുമ്പുള്ള ഇൻകം പിന്നെ അതും ഒരു രീതിയിൽ ഫേമായിട്ട് അസസ് ചെയ്യും. പിന്നെ അദ്ദേഹം മരിച്ചതിന് ശേഷം പിന്നെ ഒരു ഇൻഡിവിജ്വൽ അല്ലേ ഉള്ളൂ, അത് ഇൻഡിവിജ്വൽ ഇൻകമായിട്ടും ഇൻഡിവിജ്വലിൻ്റെ ബിസിനസ് ഇൻകമായിട്ടും ആ രീതിയിലും അതിനെന്ത് ചെയ്യും, അസസ് ചെയ്യും. രണ്ടും ബിഫോർ ആൻഡ് ആഫ്റ്റർ ഡെത്ത് നമ്മളെന്താക്കും, വെവ്വേറെ അസസ് ചെയ്യും എന്നർത്ഥം. ക്ലിയർ ആയാലോ? ഇനി 2 പാർട്ട്നേഴ്സുള്ള ഫേമിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് ഫേം ഇല്ലാതാവണില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കേസായിരിക്കും, ഒരു പാർട്ട്ണർ ഇല്ലാതായാൽ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ പറഞ്ഞ കേസിലായിരിക്കും ഉണ്ടാവുക, ആദ്യം പറഞ്ഞ കേസിൽ പെട്ടത്. ക്ലിയർ? ഇനി നോക്കുക, രണ്ടാമത്തെ കേസ് സെക്ഷൻ 188. സെക്ഷൻ 188 പറയണത് വെൻ എ ഫേം ഈസ് സക്സീഡഡ് ബൈ അനദർ ഫേം എന്നുള്ളതാണ്. സക്സഷൻ ഓഫ് വൺ ഫേം ബൈ അനദർ ഫേം എന്നുള്ളതാണ് സെക്ഷൻ 188 പറയണത്. സക്സഷൻ ഓഫ് വൺ ഫേം ബൈ അനദർ ഫേം, ഒരു ഫേമിന് വേറൊരു ഫേം ഏറ്റെടുക്കുക, അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ സക്സസറായിട്ട് വേറൊരു ഫേം ആവുക, ഒരു ഫേമിനെ മാറ്റി വേറെ ഫേം ആക്കുക എന്നൊക്കെ ഉള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഏത് കേസിലാണ് നമ്മൾ സക്സഷൻ എന്ന് പറയാം, അത് നോക്കുക. വെൻ എ ഫേം ഈസ് സക്സീഡഡ് ബൈ അനദർ ഫേം, it results into finishing of the firm or predecessor firm gives birth to a new firm. അത് നമ്മൾ പഴയ ഫേമിനെ ഒഴിവാക്കിയിട്ട് ഒരു പുതിയ ഫേം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ആസ് ഇറ്റ് ഈസ് നോട്ട് കവേർഡ് ബൈ സെക്ഷൻ 187. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ അത് പറയണില്ലല്ലോ, മുഴുവനായിട്ട് പിരിച്ചുവിട്ട് രണ്ടാമത് ഉണ്ടാക്കുന്ന കേസ് നമ്മൾ അതിൻ്റെ അകത്ത് പറഞ്ഞില്ല. അങ്ങനെയുള്ളത് നമ്മൾ എങ്ങനെ അസസ് ചെയ്യാന്ന് അവിടെ പറഞ്ഞിട്ടില്ല, അതാണ് ഇവിടെ പറഞ്ഞത്. സോ സെപ്പറേറ്റ് അസസ്മെൻറ്റ് ഷാൾ ബി മെയ്ഡ് ഓൺ ദ പ്രെഡിസസർ ഫേം ഓൺ ഇറ്റ്സ് ഇൻകം ഏൺഡ് ബിഫോർ ദ ട്രാൻസ്ഫർ ഓഫ് ദി ഓണർഷിപ്പ് ആൻഡ് ദ സക്സസർ ഫേം ഷാൾ ബി അസസ്ഡ് ഓൺ ഇറ്റ്സ് ഇൻകം ആഫ്റ്റർ ദി ട്രാൻസ്ഫർ ഓഫ് ദി ഓണർഷിപ്പ്. മനസ്സിലായല്ലോ? ഇപ്പോൾ നമ്മൾ ജൂൺ 1 ട്രാൻസ്ഫർ ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഫേമിനെ ഒഴിവാക്കി വേറെ ഫേം വന്നു വെച്ച് കഴിഞ്ഞാൽ ജൂൺ വരെയുള്ള ഇൻകം ആദ്യം ഫേം പിരിച്ചുവിടുന്നതിന് വരെയുള്ളത് ആ രീതിയിലും, പിന്നെ രണ്ടാമത് ജൂൺ മുതൽ പുതിയ ഫേമിൽ എന്ത് ചെയ്യണം, നമ്മൾ അസസ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ 2 ഫേമിന് വെവ്വേറെ അസസ് ചെയ്യണം. 12 മാസം ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. ഒരു ഫേം എത്ര മാസമാണോ നിലനിന്നത് അത്ര മാസത്തേക്ക് നമ്മൾ സെപ്പറേറ്റ് അസസ് ചെയ്യണം. അതാണ് അതിൻ്റെ കേസ്. ഇനി ഈ സക്സഷൻ എന്ന് പറയണത് in the following cases it is said that a firm has been succeeded by another firm. ഒരു ഫേം സക്സീഡ് ചെയ്യുക എന്ന് പറഞ്ഞതിൻ്റെ കേസുകൾ എന്തൊക്കെയാണെന്ന് നോക്കുക. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എസെൻഷ്യൽസ്, ദർ ഈസ് എ ചേഞ്ച് ഓഫ് ഓണർഷിപ്പിൽ മാറ്റം ഉണ്ടാവണം. രണ്ടാമത്തത് ഹോൾ ബിസിനസ് ഈസ് ട്രാൻസ്ഫേർഡ്, കംപ്ലീറ്റ് ബിസിനസ് ഒന്ന് മാറണം. ഒന്നിൽ പകുതി ബിസിനസ് നിർത്തി അതിൻ്റെ പാർട്ട്ണറാക്കി അതിൻ്റെ സബ്സിഡിയറി ആക്കി അങ്ങനെയൊന്നും പാടില്ല. ഫേമിന് ഫുള്ളായിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ ഓണർഷിപ്പ് മാറണം, ഫുള്ളായിട്ട് അതിൻ്റെ ബിസിനസ്സും ഒഴിവാക്കണം, ബിസിനസ്സും ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ദെൻ സബ്സ്റ്റാൻഷ്യലി ദ ഐഡൻറ്റിറ്റി ആൻഡ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ബിസിനസ് ആർ പ്രിസർവ്ഡ്. പിന്നെ സക്സഷൻ എന്ന് പറയുമ്പോൾ ഒന്നിൻ്റെ തുടർച്ചയായിട്ടാണ് മറ്റേ ഫേം വരുന്നത്. അപ്പോൾ എന്തും വേണം, മുന്നത്തെ ഫേം എന്ത് ബിസിനസ്സാണോ ചെയ്തിരുന്നത് അതേ ബിസിനസ്സിനായിരിക്കും വേണം ഇവിടെ സക്സഷൻ എന്ന് പറയുമ്പോൾ ആ രീതിയിലുള്ള അസസ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോഴേ നമുക്ക് സക്സഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ സെക്ഷൻ 188 വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു മെജോറിറ്റി ഭാഗം എന്തായിരിക്കണം, പഴയ ബിസിനസ് കണ്ടിന്യൂ ചെയ്യണം എന്നർത്ഥം. ഇനി നോക്കുക, അടുത്ത പോയിന്റ് നോക്കുക. ജോയിൻറ്റ് ആൻഡ് സെവറൽ ലയബിലിറ്റി ഓഫ് പാർട്ട്നേഴ്സ് ഫോർ എ ടാക്സ് പേയബിൾ ബൈ ദ ഫേം. സെക്ഷൻ 188A ഇത് പറയണത്. ഇപ്പോൾ ജോയിൻറ്റ് ആൻഡ് സെവറൽ ലയബിലിറ്റി ഓഫ് പാർട്ട്നേഴ്സ്. ജോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്നേഴ്സ് എല്ലാവരും കൂടെ ലയബിളാണ്. സെവറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് അല്ലെങ്കിൽ ഇൻഡിവിജ്വലി എന്നാണ് മീനിങ്. ഓക്കെ, അപ്പോൾ ജോയിൻ്റ്ലി ആൻഡ് ഇൻഡിവിജ്വലി എന്നാണ് ഇതിൻ്റെ അർത്ഥം. പാർട്ട്നേഴ്സ് ഒരുമിച്ചും പാർട്ട്നേഴ്സ് വെവ്വേറെയും സെപ്പറേറ്റ് ആയിട്ടും ലയബിളാണ് ഓഫ് പാർട്ട്നേഴ്സ് ഫോർ ടാക്സ് പേയബിൾ ബൈ ദ ഫേം. ഓക്കെ, അപ്പോൾ ഫേം കൊടുക്കേണ്ട ടാക്സിന്
പാർട്ട്നേഴ്സ് ജോയിൻ്റ് ആയിട്ടും പാർട്ട്നേഴ്സ് സെപ്പറേറ്റും എന്താണ് ലയബിളാണ് എന്നർത്ഥം. എവറി പേഴ്സൺ ഹു വാസ് എ പാർട്ട്ണർ ഓഫ് ദ ഫേം ഷാൾ ബി ജോയിൻ്റ്ലി ആൻഡ് സെവറലി ലയബിൾ ടു അലോങ് വിത്ത് ദ ഫേം ഫോർ ദി എമൗണ്ട് ഓഫ് ടാക്സ് പെനാൽറ്റി ഓർ അതർ സം പേയബിൾ ബൈ ദ ഫേം ഫോർ ദാറ്റ് ഇയർ. ഇപ്പോൾ നമ്മൾ പാർട്ട്ണറായിട്ടുള്ളൊരു ഫേം പിന്നെ ഇൻകം ടാക്സ് അതോറിറ്റിക്ക് നമ്മൾ കുറച്ച് ടാക്സ് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് കൊടുക്കുക എന്നുള്ളതിന് നമ്മൾ പാർട്ട്ണറായിട്ടുള്ള ഫേം പൈസ കൊടുക്കാനുണ്ടെങ്കിൽ, പെനാൽറ്റി കൊടുക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മൾ എന്തെങ്കിലും ടാക്സ് ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ ആ ഫേം എന്നുള്ള നിലയ്ക്ക് ഫേമും അതിന് ലാബിളാണ്. ഫേമിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പാർട്ട്നേഴ്സ് അതിന് ലാബിളാണ്, അല്ലെങ്കിൽ ഓരോ പാർട്ട്ണർ ഇൻഡിവിജ്വലായിട്ടും ലാബിളാണ് എന്നർത്ഥം. ഓക്കെ, അതാണ് സെക്ഷൻ 188 പറയണത്. ഇനി അടുത്ത പോയിന്റ് നോക്കുക, സെക്ഷൻ 189 പറയുന്ന കാര്യം നോക്കുക. വെൻ ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം ഒരു ഡിസ്കണ്ടിന്യൂഷൻ ഓഫ് എ ഫേം, ഒരു ഫേമിൻ്റെ ഡിസൊല്യൂഷൻ അല്ലെങ്കിൽ പിരിച്ചുവിടൽ, അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ ഡിസ്കണ്ടിന്യൂഷൻ, ഒരു ഫേം നിർത്തിവെക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അർത്ഥം. വേർ എനി ഫേം ഈസ് ഡിസോൾവ്ഡ് or business discontinued, the firm shall be assessed by the assessing officer on its total income as of no such discontinuation or dissolution had taken place. അപ്പോൾ അങ്ങനെ ഒരു ഫേം മുഴുവനായിട്ടാണ് നിർത്തി വെച്ചു എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ അസസ് ചെയ്യേണ്ടത്? ആ ഫേം അങ്ങനെ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടില്ല എന്നുള്ള അസംഷൻ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ അസസ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫേം മാർച്ച്, ഏപ്രിൽ, മെയ് 3 മാസം പ്രവർത്തിച്ച് മെയ് 31 അത് പിരിച്ചുവിട്ടു, ഫേം ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഡിസ്കണ്ടിന്യൂൻസ് ഓഫ് ഫേം എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം എന്ന് പറയാം. 3 മാസം പ്രവർത്തിച്ച് എന്നിട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്ത്. അപ്പോൾ ആ വർഷം കഴിയുമ്പോൾ ഈ പ്രീവിയസ് ഇയറിന് വന്നിട്ടുള്ള 3 മാസത്തെ ഇൻകം വന്നിട്ടുണ്ടാവുമല്ലോ, അതിനെ അസസ് ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെ അസസ്മെൻറ്റിൽ എങ്ങനെ അസസ് ചെയ്യാം? ആ ഫേം ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടില്ല എന്നുള്ള ധാരണയിൽ ആ 3 മാസത്തിലാണോ ഇൻകം വന്നിട്ടുള്ളത്, ആ ഇൻകത്തിന് എന്ത് ചെയ്യും? നമ്മൾ അസസ് ചെയ്യും. ക്ലിയർ ആയല്ലോ? Okay. In case during the proceedings before assessing officer or the deputy commissioner or the commissioners, the firm is found guilty, ഫേം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി, ഓഫ് എനി ആക്ട്സ് ആസ് ഗിവൺ അണ്ടർ സെക്ഷൻ 271 തൊട്ട് 75 വരെയുള്ള ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് പെനാൽറ്റി കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ ആ പെനാൽറ്റി ക്യാൻ ബി ഇമ്പോസ്ഡ്. ആ പെനാൽറ്റി ഇമ്പോസ് ചെയ്യാനും പറ്റും. ദോ ദ ഫേം ഈസ് ഡിസോൾവ്ഡ്, ഫേം ഡിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള പെനാൽറ്റീസൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും. എവറി പേഴ്സൺ ഹു അറ്റ് ദ ടൈം ഓഫ് സച്ച് ഡിസ്കണ്ടിന്യൂസ് ഓർ ഡിസൊല്യൂഷൻ വാസ് എ പാർട്ട്ണർ ഓഫ് ദ ഫേം. ഇപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ആരൊക്കെയാണോ അതിൽ പാർട്ട്ണറായിട്ടുണ്ടായിരുന്നത്, ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ആയാലും എനി സച്ച് പാർട്ട്നേഴ്സ്, ഏത് ഒരാൾ മരിച്ചതിന് പകരമായിട്ട് ലീഗൽ റെപ്രസെൻറ്റേഷനൊക്കെ വെക്കാം. അങ്ങനെയുള്ള ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സും അതിൻ്റെ പാർട്ട്നേഴ്സും ആർ ജോയിൻ്റ്ലി ആൻഡ് സെപ്പറേറ്റ്ലി ലയബിൾ ഫോർ ദി എമൗണ്ട് ഓഫ് ടാക്സ്. അപ്പോൾ നമ്മൾ ഫേം ഡിസ്കണ്ടിന്യൂ ചെയ്തതല്ലേ, ഞാൻ ആ ഫേം തരാണ്ട് ടാക്സ് ഞാൻ തരൂല എന്ന് പറയാൻ പറ്റില്ല. ആ ഫേം ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ആരൊക്കെയാണോ അതിൽ പാർട്ട്നേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ ഡിസീസ്ഡ് പാർട്ട്ണർ ഉണ്ടെങ്കിൽ അയാളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആരൊക്കെയാണോ അവരൊക്കെ എന്താണ് ജോയിൻ്റ്ലി ആൻഡ് സെപ്പറേറ്റ്ലി ലയബിൾ, അല്ലെ, ജോയിൻ്റ്ലി ആൻഡ് സെവറലി ലയബിൾ ഫോർ ദി എമൗണ്ട് ഓഫ് ദ ടാക്സ്, പെനാൽറ്റി ഓർ എനി അതർ സം പേയബിൾ അണ്ടർ ദി പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്. മനസ്സിലായല്ലോ? ഓക്കെ. വേർ സച്ച് ഡിസ്കണ്ടിന്യൂൻസ് ഓർ ഡിസൊല്യൂഷൻ ടേക്സ് പ്ലേസ് after any proceeding in respect of an assessment year have commenced, the proceeding may be continued for the person referred above from the stage at which they stood at the time of dissolution. ഇപ്പോൾ ഏതെങ്കിലും ഒരു അന്വേഷണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഈ അതോറിറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയാണെങ്കിൽ ആ ഫേം ഡിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ആ അന്വേഷണം അല്ലെങ്കിൽ കാര്യങ്ങൾ അവർക്ക് തുടരാൻ പറ്റും എന്നർത്ഥം. കാരണം അതിൻ്റെ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത് വരെ ആരൊക്കെയാണ് പാർട്ട്നേഴ്സ് അവരുടെ പേരിൽ ഈ പ്രൊസീഡിങ്സും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ക്ലിയർ. ഇനി നമ്മൾ ഇങ്ങനെ ഒരു പാർട്ട്ണർ മരിക്കുക അല്ലെങ്കിൽ ഒരു പുതിയ പാർട്ട്ണർ വരികയൊക്കെ ചെയ്യണ കുറേ കേസുകളുണ്ടാവും. നിങ്ങൾ +2 പഠിച്ചിട്ടുള്ള പോലെ ഉള്ള +2 പാർട്ട്ണർഷിപ്പ് ഫേമിൽ പഠിച്ചിട്ടുള്ള പോലെയുള്ള കുറേ സംഗതികളാണ്, ചെറിയ സംഗതികളാണ്. അതിൻ്റെ റേഷ്യോ മാറുമ്പോൾ ഉണ്ടാവുന്ന കുറേ സംഗതികളൊക്കെയാണ്. അപ്പോൾ അതിൽ അങ്ങനെയുള്ളൊരു പ്രോബ്ലം നമുക്ക് ചെയ്തു നോക്കാം. ഒരു പാർട്ട്ണറുടെ ഡെത്താണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളത്. ചിലപ്പോൾ പുതിയൊരു പാർട്ട്ണർ വരുന്ന കേസുകളുണ്ടാവാം, ഉള്ള പാർട്ട്ണറെ പോണ കേസുകളുണ്ടാവാം, അവരുടെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പാർട്ട്ണർഷിപ്പിൻ്റെ ഷെയറിൽ വ്യത്യാസം വരുത്തുന്നതൊക്കെ ഉണ്ടാവാം. അങ്ങനെയുള്ള പ്രോബ്ലംസുകളൊക്കെ ഇതിൻ്റെ അകത്ത് കുറേ പ്രോബ്ലംസുകളുണ്ട്. പേജ് നമ്പർ 607 607
ഓക്കെ, ആ പ്രോബ്ലംസൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യണം. ഒരു പ്രോബ്ലം നമുക്കിവിടെ ചെയ്ത് നോക്കാം. ഇല്ലസ്ട്രേഷൻ നമ്പർ 21 ആണ് ടെക്സ്റ്റ് ബുക്കിൽ, പേജ് നമ്പർ 606. ഓക്കെ, പ്രോബ്ലം ഞാൻ വായിക്കാം. എ ബി സി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് ലോസസ് ഇൻ ദ പ്രൊപ്പോർഷൻ 3:2:1. 3:2:1 എന്നുള്ള റേഷ്യോയിലാണ് എന്ത് ചെയ്യണത്, എയും ബിയും സി ഒരു പാർട്ട്ണർഷിപ്പ് നടത്തുന്നത്. ദ ഫേം സസ്റ്റെയിൻഡ് എ ലോസ് ഓഫ് 12,000 ഇൻ ദ പ്രീവിയസ് ഇയർ. ഒരു പ്രീവിയസ് ഇയറിൽ എന്തായി, ഫേമിന് 12,000 റുപ്യ നഷ്ടമുണ്ട്. അപ്പോൾ 6,000 റുപ്യ എക്കും 4,500 രൂപ അതിന് ഏത് രീതിയിലാക്കണം, 6,000 രൂപ എക്കും 4,000 രൂപ ബിക്കും 2,000 രൂപ സിക്കും എന്നുള്ള രീതിയിലായിരിക്കും നഷ്ടം ഉണ്ടാവുക. ആ റേഷ്യോ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ദിസ് ഈസ് ബീങ് ബ്രോഡ് ഫോർവേഡ്. അതിന് നമ്മൾ അടുത്ത വർഷത്തേക്ക് ബ്രോഡ് ഫോർവേഡ് ചെയ്തു. പക്ഷെ എന്ത് സംഭവിച്ചു, എ ഡൈഡ് ഓൺ 1 ഒക്ടോബർ 2019 ഒക്ടോബർ 1 എന്ത് ചെയ്തു, എ ആണ്ട് മരിച്ചു. അപ്പോൾ എത്ര മാസം ആ ഒരു പ്രീവിയസ് ഇയറിൽ 2019-20 പ്രീവിയസ് ഇയറിൽ എത്ര മാസം എ എന്ന് പറഞ്ഞ പാർട്ട്ണർ നിലവിലുണ്ടായിരുന്നു? ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 6 മാസം അദ്ദേഹം പാർട്ട്ണറായിരുന്നു. പിന്നെ 6 മാസം കഴിഞ്ഞ് പിറ്റേന്നാണ് അദ്ദേഹം മരിച്ചത്. ഓക്കെ, അദ്ദേഹം മരിച്ചപ്പോൾ എന്താക്കി, അദ്ദേഹത്തിൻ്റെ സൺ, അയാളുടെ പേര് ഡി എന്നാണ്, എൻ്റെ സണ്ണാണ് ഡി, വാസ് അഡ്മിറ്റഡ് ഇൻ ടു ദ പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പിലേക്ക് അയാളെ കൊണ്ടുവന്നു ഫോർ ദ സെയിം ഷെയർ. അപ്പോൾ അയാൾക്ക് എന്ത് കൊടുത്തു, സെയിം ഷെയർ. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഷെയർ എന്തായി, 2:1:3 എന്നായി. ബി സി ഡി എന്നുള്ള ഡിക്ക് എൻ്റെ അതേ ഷെയർ കൊടുത്തപ്പോൾ 2:1:3 എന്നായി. സെയിം ഷെയർ തന്നെയാണ്. ഓഫ് ഹിസ് ഫാദർ എ ഹാഡ് ഇൻ ദ ഫേം. ബി സി ആൻഡ് ഡി ദെൻ കണ്ടിന്യൂഡ് ടു ക്യാരി ഓൺ ദ ബിസിനസ്. അങ്ങനെ ഒരു 3 കൂടി എന്ത് ചെയ്തു, മരിച്ച പാർട്ട്ണറുടെ മകനടക്കം ആ ബിസിനസ് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ദ പ്രോഫിറ്റ് ഫോർ ദ ഇയർ എൻഡഡ് മാർച്ച് 2020. മാർച്ച് 2020 എൻഡ് ചെയ്യുന്ന പ്രീവിയസ് ഇയറിൽ അവർക്ക് ഉണ്ടായിരുന്ന പ്രോഫിറ്റ് വേറെ 18,000 ഓൺലി. അവർക്ക് 18,000 റുപ്യ മാത്രമാണ് പ്രോഫിറ്റായിട്ട് കിട്ടിയത്. ഓൺ വാട്ട് ഇൻകം വുഡ് യു അസസ് ദ ഫേം ഫോർ സച്ച് അസസ്മെൻറ്റ് ഇയർ 2020-21 ആൻഡ് വാട്ട് വുഡ് ബി ദ ഷെയർ ഓഫ് ഈച്ച് പാർട്ട്ണർ? നമ്മൾ ചോദിച്ചത്, ഒരു പാർട്ട്ണർ മരിച്ചു, പുതിയ പാർട്ട്ണർ കൊണ്ടുവന്നു. അപ്പോൾ ആദ്യത്തെ പാർട്ട്ണർ മരിക്കുന്നതിന് മുമ്പ് ലോസ് ഉണ്ടായിരുന്നു. മരിച്ച ആ വർഷം പകുതിയിലാണ് ആൾ മരിച്ചത്. ആ വർഷം അവർക്ക് 18,000 റുപ്യ ഇൻകം ഉണ്ട്. ഇനി നമ്മളത് എന്താ ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. അതിന് ആൻസർ നോക്കുക. ഇപ്പോൾ പാർട്ട്ണർ മരിച്ചത് കറക്റ്റ് 6 മാസം കഴിഞ്ഞതിന് ശേഷം ആയതുകൊണ്ട് ടോട്ടൽ അവർക്കുണ്ടായിരുന്ന പ്രോഫിറ്റ് എത്രയാണ്, 18,000 ആണ് അവർക്കുണ്ടായിരുന്ന പ്രോഫിറ്റ്. ഓക്കെ, ആ വർഷം അവർക്കുള്ള പ്രോഫിറ്റ് 18,000 ആണ്. അതിൻ്റെ മുന്നത്തെ വർഷം അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 12,000 അവർ പിന്നെ ഈ അവരുടെ ലോസ് ബ്രോഡ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ കേസുണ്ട്. 18,000 അവർക്ക് ഈ പ്രീവിയസ് ഇയറിൽ കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ്. അപ്പോൾ എ മരിച്ചത് കറക്റ്റ് 6 മാസം ആയപ്പോഴാണ്. അപ്പോൾ നമുക്ക് എന്താക്കാം, ആദ്യത്തെ 6 മാസം അവർക്ക് കിട്ടിയ ഇൻകം 9,000 ആണെന്ന് അസ്യൂം ചെയ്യാം. അസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് 9,000 ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്തു. ഇനി പ്രോബ്ലം നോക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് നോക്കുക. നമ്മൾ ഈ താഴെയുള്ളത് നോക്കട്ടെ. ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് നോക്കുക. ഈ പ്രോഫിറ്റ് ഫോർ ദ ഇയർ നമുക്ക് 2020-21 അസസ്മെൻറ്റ് പ്രീവിയസ് ഇയറിലേക്കുള്ള പ്രോഫിറ്റ് ടോട്ടൽ 18,000 ആണ്. ഓക്കെ, 18,000-ൽ 9,000 ആദ്യത്തെ 6 മാസവും ബാക്കി 9,000 പിന്നത്തെ 6 മാസവുമാണ്. ക്ലിയർ? അപ്പോൾ ആദ്യത്തെ 6 മാസത്തെ നമ്മുടെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് എയും ബിയും സിയുമാണ്. രണ്ടാമത്തെ 6 മാസം ആയപ്പോഴേക്ക് എ മരിച്ചു, ബിയും സിയും പുതിയ പാർട്ട്ണർ വന്നു, ഡി. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ 6 മാസമുള്ള 9,000 നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യുക? ആ 9,000 3:2:1 എന്നുള്ള റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യും. ക്ലിയർ? 3:9,000 നമ്മൾ എന്ത് ചെയ്യും, 3:1:2:1 എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മൾ ഷെയർ ചെയ്യും. ഇനി അതാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ 6 മാസത്തെ പ്രോഫിറ്റ് 9,000 റുപ്യ, അതിനെ 3:2:1 എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുമ്പം 4,500, 3,000, 1,500 എന്ന് കിട്ടും. ക്ലിയർ ആയില്ലേ? 3:2:1 എന്നുള്ള രീതിയിൽ 9,000 നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇനി പ്രോഫിറ്റ് ഫോർ ദ സെക്കൻഡ് ഹാഫ് ഇയർ. അപ്പോൾ ഈ എ എന്ന് പറഞ്ഞ പാർട്ട്ണർ സെക്കൻഡ് ഹാഫ് ഇയറിൽ ഇല്ലല്ലോ, ഡി അല്ലേ അതിന് പകരമുള്ളത്. അപ്പോൾ അത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരിക, 3,000, അത് 9,000 തന്നെയാണ്, 18,000 ഡിവൈഡ് ചെയ്തതുകൊണ്ട് 3,000, 1,500, 4,500 അങ്ങനെ കിട്ടി.
ഓക്കെ, ഇതാണ് അവരുടെ ഗ്രോസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എക്ക് 4500, ബിക്ക് 6000, സിക്ക് 3000, ഡിക്ക് 4500, ടോട്ടൽ 18,000 നമ്മൾ അങ്ങനെയാണ് ഡിവൈഡ് ചെയ്തത്. പക്ഷെ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മുന്നത്തെ വർഷമുള്ള 12,000 റുപ്യ ലോസിന് ഇങ്ങോട്ട് ബ്രോഡ് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലോസിനെ നമ്മൾ ഇതിൽ സെറ്റ് ഓഫ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ലോസ് എന്ന് പറയുന്നത് 12,000 റുപ്യാണ് നമ്മളുടെ ലോസ്. ഈ 12,000 റുപ്യ നമ്മൾ ഷെയർ ചെയ്യുമ്പം എക്ക് എത്ര ഉണ്ടാവുക, എക്ക് 6000 ഉണ്ടാവുക. ഓക്കെ, ബിക്ക് എത്ര ഉണ്ടാവുക, ബിക്ക് 4000 ഉണ്ടാവുക. സിക്ക് എത്ര ഉണ്ടാവുക, സിക്ക് 2000 ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അത് നമ്മളിവിടെ ഇവരുടെ പ്രോഫിറ്റിൽ എന്ത് ചെയ്യണം, സെറ്റ് ഓഫ് ചെയ്യണം. അങ്ങനെ സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ എക്ക് ആകെ എത്ര പ്രോഫിറ്റ് ഈ വർഷമുള്ളൂ, 4500 പ്രോഫിറ്റ് ഉള്ളൂ. നിങ്ങൾ കണ്ടല്ലോ നമ്മളതിനെ, പിന്നെ 4500 റുപ്യ നമുക്ക് പ്രോഫിറ്റ് ഉള്ളൂ. കാരണം എന്താ, ആദ്യത്തെ 6 മാസമേ ഉള്ളൂ. അപ്പോൾ അയാളുടെ ഉണ്ടായിരുന്ന ലോസ് 6000 ഉണ്ട്. പക്ഷെ നമുക്ക് പ്രോഫിറ്റ് 4500 ആയതുകൊണ്ട് ബാക്കി 1500 നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ കഴിയില്ല. ഈ 4500 സെറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പിന്നെ അയാൾക്ക് പ്രോഫിറ്റ് കൊടുക്കാണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ഗ്രോസ് ഷെയർ ഓഫ് പ്രോഫിറ്റിൽ നിന്ന് അതിൻ്റെ ബ്രോഡ് ഫോർവേഡ് ചെയ്തിട്ടുള്ള ലോസിന് നമ്മൾ കുറച്ചു 4500. പിന്നീട് അയാൾക്ക് എന്തില്ല, ആ പാർട്ട്ണർക്ക് പിന്നെ പ്രോഫിറ്റിനില്ലായി. ക്ലിയർ ആയല്ലോ? കാരണം അദ്ദേഹത്തിൻ്റെ 6000 റുപ്യ നഷ്ടം അയാൾ സഹിക്കേണ്ടിയിരുന്നു. പക്ഷേ അയാൾ അതിൻ്റെ ഇടയിൽ 6 മാസം കഴിഞ്ഞിട്ട് മരിച്ചുപോയി. പിന്നെ 4500 റുപ്യക്ക് ആ വർഷത്തെ പ്രോഫിറ്റ് ഉള്ളത് കൊണ്ട് അത് സെറ്റ് ഓഫ് ആക്കി കൊടുത്തു. ക്ലിയർ? ഇനി രണ്ടാമത്തെ ആളുടെ നഷ്ടം 4000 ആയിരുന്നു, അത് 6000 നിന്ന് സെറ്റ് ഓഫ് ആക്കി, ബാക്കി ആകെ 2000 കൊടുക്കാനുണ്ട്. മൂന്നാമത്തെ സിക്ക് 2000 റുപ്യയുടെ നഷ്ടം ബ്രോഡ് ഫോർവേഡ് കൊണ്ടുവന്നിട്ടുള്ളത്, മുമ്പത്തെ വർഷത്തെ നഷ്ടമായിട്ട് വന്നിട്ടുള്ളത്, അത് സെറ്റ് ഓഫ് ചെയ്തപ്പോൾ അയാൾക്ക് 1000 റുപ്യ ബാക്കിയുണ്ട്. ഡി എൻ്റെ മകനാണെങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ അതേ ഷെയറാണ് അദ്ദേഹം വഹിക്കുന്നത് എങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ നഷ്ടം ബാക്കി ഒരു 1500 കൂടെ ഉണ്ടല്ലോ, അത് അദ്ദേഹത്തിൻ്റെ മകനിൽ ചാർജ് ചെയ്യാൻ പാടില്ല. കാരണം അദ്ദേഹം സെപ്പറേറ്റ് പാർട്ട്ണർ തന്നെയാണ്. ഇനി അങ്ങനെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ആ നഷ്ടം വഹിക്കും എന്നുള്ള കണ്ടീഷൻ സ്പെസിഫിക്കലി ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ചാർജ് ചെയ്യേണ്ടതുള്ളൂ. ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ആ 1500 കമ്പനിക്ക് നഷ്ടപ്പെട്ടത് തന്നെയാണ്. ഇവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പം ഇയാളുടെ പ്രോഫിറ്റ് 4500 മുഴുവനായിട്ട് അയാൾക്ക് കൊടുക്കണം. ക്ലിയർ ആയല്ലോ? ഇത്രയേ ഉള്ളൂ നമുക്കിതിൻ്റെ അകത്തുള്ള ഈ ഇല്ലസ്ട്രേഷൻ പറയാൻ. ഇനി കുറേ ഇല്ലസ്ട്രേഷൻസ് ഇതിൻ്റെ അകത്തുണ്ട്, പല പ്രോബ്ലംസ് ഇതിൻ്റെ അകത്തുണ്ട്. ആ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നതൊക്കെ ചെയ്തു നോക്കുക. ഇതിൽ നിന്ന് എക്സാമിന് എപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, ദാറ്റ്സ് ആൾ. താങ്ക് യു.